ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സിന്റെ ഡിസൈനെ കുറിച്ചാണ് ഈ സബ്ജക്റ്റിൽ പഠിക്കുന്നത്. അതിൽ നമ്മൾ ആക്സിയൽ മെമ്പേഴ്സിന്റെ ഡിസൈൻ ആണ് കഴിഞ്ഞ മൊഡ്യൂളുകളിലൊക്കെ പഠിച്ചത്. ഓക്കെ, മേജറായിട്ട് കോളംസ്, അതിന്റെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ്, പിന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ കണക്ഷൻസിനെ കുറിച്ച് മേജറായിട്ട് ഒരു സ്റ്റീൽ മെമ്പേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്ന കണക്ഷനും അതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഒരു ബീമിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബീമിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയർ ആണ്. ആസ് പെർ കോഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കോഡിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഡിസൈൻ ഈസിയർ ആണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കണേ. അപ്പൊ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ അടുത്ത് വരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീംസ്, അതിന്റെ ഷിയർ സ്ട്രെങ്ത്, ബെൻഡിങ് സ്ട്രെങ്ത്, ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ്. അതാണ് ഒരു പർട്ടിക്കുലർ ബീം ഡിസൈൻ ചെയ്ത് വെച്ച ഒരു ബീം തന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് റിക്വയർമെന്റ് ഉണ്ട് ഇത്ര ലോഡ് എടുക്കാൻ, നമുക്കൊരു ബീം ഡിസൈൻ ചെയ്യാനും വരുന്ന ടോപ്പിക്സ് ആണ്, വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത്ര ലെങ്തിയർ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റെപ്പുകളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസിയാണ്. ഒരിക്കലും ഈ മൊഡ്യൂൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, മൊഡ്യൂളിൽ വളരെ കണ്ടന്റ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ബീംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് എ ഫ്ലെക്സുറൽ മെമ്പർ അല്ലെ, ആക്ടിങ് ട്രാൻസ്വേഴ്സ് ലോഡ് അല്ലെ. എ സ്ട്രക്ചറൽ മെമ്പർ ഈസ് സബ്ജക്റ്റഡ് ടു ട്രാൻസ്വേഴ്സ് ലോഡ് ഓർ ലോഡ്സ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് അല്ലെ. ഫ്ലെക്സുറൽ മെമ്പർ എന്നാണ് നമ്മൾ നോർമലി ബീംസിനെ പറയാം. ബെൻഡിങ് ആണ് മേജർ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോൺക്രീറ്റ് ബീമിലുള്ള പോലെ തന്നെ ഇതിന് നമ്മൾ എന്താണ്, അതിന്റെ മെമ്പറിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുക, ലോഡ് ആക്ട് ചെയ്യും. പക്ഷെ ഒരു കോൺക്രീറ്റ് ബീമിനെക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ സ്റ്റീൽ ബീംസ് ഉണ്ട്. നോർമലി സ്റ്റീൽ ബീം ആയിട്ട് യൂസ് ചെയ്യുന്ന സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ സെക്ഷനും ചാനൽ സെക്ഷനും ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ആംഗിൾ സെക്ഷൻ ഒക്കെ ബെൻഡിങ്ങിന് വളരെ വീക്കാണ്. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സെക്ഷൻ തന്നെയാണ്. ബീംസ് ആയിട്ട് ഐ സെക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബീമുകളുടെ ഓരോ പർപ്പസിനനുസരിച്ച് ഓരോ പേരുകൾ, ഓക്കെ, ഡിഫറെന്റ് ടേംസിൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് പ്രൊവൈഡഡ് ഇൻ ബിൽഡിംഗ് ടു സപ്പോർട്ട് റൂഫ്സ്. റൂഫ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡിങ്സിൽ കൊടുക്കുന്നതാണ് ജോയിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജോയിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ചില റൂഫുകൾ സ്റ്റീലിന്റെ ബീമുകൾ പ്രൊവൈഡ് ചെയ്ത് അതിലൊരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചതിന് ശേഷം സാധാ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്ന റൂഫുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലോറുകൾ ഉണ്ട്. ഓക്കെ, ഈ ഫ്ലോറുകളിലെ ഈ നമ്മുടെ ആ റൂഫിനെ അല്ലെങ്കിൽ ആ ഫ്ലോർ മെറ്റീരിയലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ബീമുകളെയാണ് ജോയിസ്റ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മഞ്ചേരിയിൽ തന്നെ ഉള്ള ഒരു ഷോപ്പ് ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അല്ലെ. അപ്പോ അങ്ങനെ സ്റ്റീൽ, പിന്നെ പഴയ ടൈപ്പ് വീടുകളിൽ പഴയ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൻ ആയിട്ടുള്ള റൂഫുകളുള്ള പഴയ വീടുകളിൽ ചിലപ്പോൾ ചില കേസിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ സ്റ്റീലിന്റെ സെക്ഷൻസ് താഴെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതും ഒരു ടൈപ്പ് ജോയിസ്റ്റുകളാണ്. ഓക്കെ, ഇനി ഈ ജോയിസ്റ്റുകളെ അപ്പൊ ജോയിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പാനിൽ അതിങ്ങനെ നമ്പർ ഓഫ് ജോയിസ്റ്റ് കുറെ ഉണ്ടാവും. ഈ എല്ലാ ജോയിസ്റ്റുകളെയും ഒരു വലിയ ബീം സപ്പോർട്ട് ചെയ്യും. ആ ബീമിനെയാണ് ഗേർഡർ എന്ന് നോർമലി അറിയപ്പെടുന്നത്. ഇതൊക്കെ പലപ്പോഴും ഈ ഗേർഡർ എന്നുള്ള വാക്കും ജോയിസ്റ്റ് എന്നുള്ള വാക്കൊക്കെ പലപ്പോഴായിട്ട് നിങ്ങൾ കേൾക്കേണ്ടി വരും. മാത്രമല്ല ഇത് പലപ്പോഴും വേറെ പലതിനും ഉപയോഗിക്കാം. ഇതിന് മാത്രമായ ജോയിസ്റ്റ് പറയൂ, ഇതിന് മാത്രമേ ഗേർഡർ പറയൂ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് അതാണ് പറയാം. ഓക്കെ, പറയുന്നത് മനസ്സിലാണ്ടാവും വിചാരിക്കുന്നു. ജോയിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല ടൈപ്പ് വുഡൻ റൂഫിങ്ങിന്റെ കേസിലും ജോയിസ്റ്റ് വരുന്നുണ്ട്. അപ്പോ ഒരു സ്റ്റീൽ ബീം സപ്പോർട്ടിംഗ് റൂഫിനെ മാത്രമേ ജോയിസ്റ്റ് എന്ന് പറയൂ എന്ന് ഇല്ല. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമ്മുടെ സ്റ്റീൽ ബീമിന് ജോയിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രസ്സുകളിൽ റൂഫ് ലോഡ് ക്യാരി ചെയ്യുന്നത്
പർലിൻസ് എന്നറിയപ്പെടുന്നു. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ട്രസ്സുകളിൽ റൂഫിന്റെ ലോഡ് ഡയറക്റ്റ് ആയിട്ട് ക്യാരി ചെയ്യുന്ന ബീംസ് ആണ് പർലിൻസ്. ഓക്കെ, വിച്ച് സപ്പോർട്ട് ലോഡ്സ് ഫ്രം ദ മാസൺറി ഓവർ ദ ഓപ്പണിംഗ്. ഓപ്പണിംഗിന്റെ മുകളിലുള്ള മാസൺറിന്റെ ലോഡ് എടുക്കുന്നതാണ് ലിൻഡൽസ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞു ആംഗിൾസ് ആൻഡ് ടി സെക്ഷൻസ് ആർ വീക്ക് ഇൻ ബെൻഡിങ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബീം സെക്ഷൻസ് ഏതാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആംഗിൾസും ടി സെക്ഷൻ. നമുക്കറിയാം ഒരു കംപ്രഷൻ അല്ലെങ്കിൽ ഒരു ആക്സിയൽ മെമ്പേഴ്സ് ആയിട്ട് ടെൻഷൻ കംപ്രഷൻ എടുക്കാൻ നമ്മൾ ആംഗിൾ സെക്ഷനും ടി സെക്ഷനും ഒക്കെ ഉപയോഗിക്കും. പക്ഷെ ഒരു ബെൻഡിങ് കേസിൽ ബീമായിട്ട് ആംഗിൾസും ടി സെക്ഷൻസ് ഒക്കെ വളരെ വീക്കാണ്. എന്നാൽ ചാനൽ സെക്ഷൻ തന്നെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ലോഡിന്, വളരെ ലൈറ്റർ ആയിട്ടുള്ള ലോഡുകൾക്ക് ചാനൽ സെക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും നന്നായിട്ട് ഈ പ്രിഫർ ചെയ്യുന്നത് എ റോൾഡ് സ്റ്റീൽ സെക്ഷൻ തന്നെയാണ്, ഐ സെക്ഷൻ. നമ്മൾ നോർമലി ഒരു സ്റ്റീൽ ഡിസൈൻ പർപ്പസിനോ സ്റ്റീലുമായിട്ട് ബന്ധപ്പെട്ട ഡിസൈനും കാര്യങ്ങൾ പറയുമ്പോൾ ബീം എന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ തന്നെ അത് ഉദ്ദേശിക്കുന്നത് ഐ സെക്ഷൻ ആണ്. ഓക്കെ, സ്റ്റീൽ ബീം എന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ അത് ഉദ്ദേശിക്കുന്നത് ഐ സെക്ഷൻ ആണ്, അതിന്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, നിങ്ങൾക്കറിയാം ഐ സെക്ഷന്റെ IS സ്കൂൾ ക്ലാസിഫിക്കേഷൻ ബോർഡ് ലാസ്റ്റ് ബി എന്നാണ്. ISMB, ISLB, ISHB, ലാസ്റ്റ് ബി എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത് ബീം എന്നാണ്. ബീംസ് നോർമലി സ്റ്റീൽ ബീംസ് ഹാവിംഗ് ഹൈ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പാണ് ഐ സെക്ഷൻസ് ഉള്ളത്, കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഐ സെക്ഷൻ ആണെന്ന് പറഞ്ഞു. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റോൾഡ് സെക്ഷൻസ് ഉപയോഗിക്കാം, ഐ സെക്ഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബിൽറ്റപ്പ് ചെയ്തെടുക്കാം, പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഐ ഷേപ്പിൽ ബിൽറ്റപ്പ് ചെയ്തെടുക്കാം. എന്തായാലും എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഒരു ഐ ഷേപ്പ് തന്നെയാണ്. നമ്മുടെ ലോഡ്സ്, ഇതിന് എങ്ങനെയാണ് ഇതിന്റെ പർപ്പസ്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഡെപ്ത് വരെയുള്ള സെക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? അതിനപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉണ്ടാക്കൂല്ലേ? അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വെൻ ലോഡ്സ് ആർ ലൈറ്റർ വി ക്യാൻ യൂസ് റോൾഡ് സ്റ്റീൽ സെക്ഷൻ. ലൈറ്റർ ആയിട്ടുള്ള ലോഡ് ആണോ, ചെറിയ പർപ്പസുകളാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീൽ സെക്ഷൻസ് ഉപയോഗിക്കാം. അതിനെയാണ് കോമൺ ആയിട്ട് സിമ്പിൾ ബീംസ് എന്ന് പറയുന്നത്, സിമ്പിൾ ബീംസ്. ഇനി കുറച്ചുകൂടി ഹെവിയർ ആയിട്ടുള്ള ലോഡാണ്, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ്. സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റിനെ എൻഹാൻസ് ചെയ്യുന്ന സാധനമല്ലേ. എത്രത്തോളം പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉണ്ടോ അത്രത്തോളം അതിന് ലോഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു സിംഗിൾ ഐ സെക്ഷൻ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അതിനെ കാർ പ്ലേറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ഐ സെക്ഷൻ ഉപയോഗിച്ചോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? മേക്കപ്പ് ചെയ്തെടുക്കും. അത്തരം സെക്ഷൻസിനെയാണ് built up or compound beams എന്ന് പറയുന്നത്. When a single I section cannot have a suitable section modulus, an I section with cover plates is used. അല്ലെങ്കിൽ cover plates അല്ലെങ്കിൽ രണ്ട് I section ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? built up or compound beams എടുക്കാൻ പറ്റും. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഹെവിയർ ആയിട്ട് ലോഡ് വരുന്ന ഹെവി ലോഡിങ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നിങ്ങൾ വളരെ ഹെവി ആയിട്ടുള്ള ലോഡ് ബ്രിഡ്ജസിന്റെ ഒക്കെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യണം? പ്ലേറ്റ് ഗേർഡേഴ്സ് ആണ് ഉപയോഗിക്കുക. When heavy loads are encountered, as may be in the case of bridge, the I section is built up with plates. നമ്മളൊരു I section ഉണ്ടാക്കിയെടുക്കുക ചെയ്യല്ലേ. നമുക്ക് I section എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രലിൽ ഒരു വെബ്, ടോപ്പും ബോട്ടം ഫ്ലാഞ്ച്. ഈ ബോട്ടം ഫ്ലാഞ്ചും ഈ വെബും ഒക്കെ ഓരോ പ്ലേറ്റുകളായിരിക്കും. അത് തമ്മിൽ വെൽഡ് ഉപയോഗിച്ചോ, കോമൺ ആയിട്ട് വെൽഡ് ഉപയോഗിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ബോൾട്ട് ഉപയോഗിച്ചോ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ഐ സെക്ഷൻ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു അല്ലേ? അതാണ് പ്ലേറ്റ് ഗേർഡർ എന്ന് പറയുന്നത്. നമുക്ക് ഈ മൊഡ്യൂളിൽ പ്ലേറ്റ് ഗേർഡേഴ്സിന്റെ അതിന്റെ ടേംസും അതിന്റെ പാർട്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഡിസൈൻ ഇല്ലെങ്കിലും അത് ലാസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവിടെ പഠിക്കാം. When heavy loads are encountered, as may be in the case of a bridge, the I section is built up with plates. ഈ പ്ലേറ്റ് ഗേർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു 600 mm 550 mm ഒക്കെ വേണ്ട ഡെപ്ത് വരുന്നു. അതിനേക്കാളും നല്ല ഡെപ്ത് ഉള്ള സെക്ഷൻസ് ആണ് പ്ലേറ്റ് ഗേർഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സാധാരണ ഒരു സ്റ്റീൽ സെക്ഷൻ, സ്റ്റാൻഡേർഡ് സെക്ഷൻസ് ആണ് സ്റ്റീൽ ബീംസ്. ഓക്കെ, ഇനി കാണിച്ചു തരുന്നത് ഒരു പ്ലേറ്റ് ഗേർഡർ ആണ് അല്ലെ? ഇതാണ് ഒരു പ്ലേറ്റ് ഗേർഡർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വെബ് പോർഷൻ ആണ് ഈ കാണുന്നത്. വെബ് പോർഷൻ ആണ്. വെബ് ഒരു പ്ലേറ്റ് ആണ്, ഫ്ലാഞ്ച് ഒരു പ്ലേറ്റ് ആണ്, കണ്ടോ? മുകളിൽ ഒരു പ്ലേറ്റ് ആണ്. പിന്നെ ഇതിന് എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിനെ എക്സ്ട്രാ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അതൊക്കെ നമുക്ക് അവിടെ പഠിക്കാം. ഓക്കെ, കാരണം ഇത് ഇത്രയും ലെങ്തിയർ ആയിട്ട് വരുമ്പോൾ
ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോൺക്രീറ്റ് ബീം പോലെയല്ല ഒരു സ്റ്റീൽ ബീം. കോൺക്രീറ്റ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ ആയിട്ട് ഒരു ഫുൾ സെക്ഷൻ ആണ്. അതിന്റെ എൻറ്റയർ ക്രോസ് സെക്ഷൻ യൂണിഫോം ആണ്. പക്ഷെ അത് യൂണിഫോം അല്ല. ഇതിന് വെബ് പോർഷൻ എന്ന് പറയുമ്പോൾ അവിടെ ക്രോസ് സെക്ഷൻ വളരെ ലൈറ്റർ ആണ് അല്ലേ? വെബ് പോർഷൻ ചെറിയ തിക്നെസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സാധാ ഒരു കോൺക്രീറ്റ് ബീമിനേക്കാളും വരുന്നതിനേക്കാളും കൂടുതൽ കോസസ് ഇതിൽ വരാം, അല്ലെങ്കിൽ വേറെയും ചില അഡീഷണൽ ആയിട്ട് വരുന്ന സ്ട്രെസ്സുകളോ ഫെയിലിയറുകളോ ഇതിൽ വരാം. ഓക്കെ, ഇത് വളരെ ലൈറ്റർ ആയിട്ട് വരുമ്പോൾ നമുക്കറിയാം, ആലോചിച്ചാൽ തന്നെ അറിയാം, ഇത് ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ വെബിന്റെ ഡെപ്ത് അല്ലെങ്കിൽ വെബിന്റെ ഈ ലെങ്ത് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹെവി ലോഡിങ് വരുമ്പോൾ ഇത് ബക്കിൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ? വെബ് ബക്കിൾ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഈ സാധനങ്ങൾ, പ്ലേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് സ്റ്റിഫ്നർ എന്നൊക്കെ പറയാം. നമുക്ക് ലാസ്റ്റ് പഠിക്കാം. ഓക്കെ, നിങ്ങൾ യൂഷ്വലി ഈ പ്ലേറ്റ് ഗേർഡേഴ്സ് കണ്ടിട്ടുണ്ടാവും. ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, ഫ്ലൈ ഓവറുകളല്ല, റെയിൽവേ ഓവർ ബ്രിഡ്ജ്, റെയിൽവേ ക്രോസിന്റെ മുകളിലൂടെ പോകുന്ന പാലങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അതിന്റെ റെയിൽവേന്റെ ലൈന് കടന്നു പോകുന്നതിന്റെ തൊട്ട് മുകളിലുള്ള സ്ലാബ് അല്ലെങ്കിൽ ആ ഒരു സ്പാന് മാത്രം റെയിൽവേ തന്നെയാണ് ഡിസൈൻ ചെയ്യുക. അത് മോസ്റ്റ് ഓഫ് ദ കേസ് റെയിൽവേ തന്നെയാണ് ഡിസൈൻ ചെയ്യുക, റെയിൽവേ തന്നെയാണ് അതവിടെ എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ വേറെ ഏതെങ്കിലും പബ്ലിക് ഏജൻസിയോ അല്ലെങ്കിൽ PWD ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കും ചെയ്യുക. മറ്റേത് പക്ഷേ റെയിൽവേ തന്നെയാണ് ചെയ്യുക. ഈ റെയിൽവേ ചെയ്യുമ്പോൾ അവർ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അതിന്റെ താഴെ കോൺക്രീറ്റ് സ്ലാബുകളാണെങ്കിൽ അതിന്റെ താഴെ അവർ ഈ സ്റ്റീൽ സെക്ഷൻസ്, സ്റ്റീൽ ബീംസ് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പ്ലേറ്റ് ഗേർഡർ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഇനി കാണാൻ ശ്രദ്ധിച്ചാൽ മതി, താഴെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡെപ്ത് ഉള്ള, അത്യാവശ്യം നല്ല ഡെപ്ത് ഉള്ള പ്ലേറ്റ് ഗേർഡറുകളാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൽ. ഓക്കെ, അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കൂടെ പോകുന്നത് വൈബ്രേറ്ററി ലോഡാണ്. ഓക്കെ, അപ്പൊ റെയിൽവേയുടെ സ്ട്രക്ചറുകളൊക്കെ അധികം സ്റ്റീൽ സ്ട്രക്ചർ ആയിരിക്കും. കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഹെവി വൈബ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ബ്രേക്ക് ക്രാക്ക് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുകൊണ്ടാണ് സ്റ്റീൽ മാത്രം അവർ പ്രിഫർ ചെയ്യും. അപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളിൽ റെയിൽവേന്റെ തൊട്ട് മുകളിലുള്ള സ്പാനുകളൊക്കെ അധികം സ്റ്റീൽ ബീംസുകളായിരിക്കും അതിന് താഴെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്തരം ബീമുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന ഐസെക്ഷൻ അല്ല യൂസ് ചെയ്തിട്ടുള്ളത്, പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഒരു വെബും ഫ്ലാഞ്ചൊക്കെ വെൽഡ് ചെയ്ത് എടുത്തൊക്കെ ആയിരിക്കും ചെയ്തത്. ഓക്കെ, അതാണ് പ്ലേറ്റ് ഗേർഡ്. ഇനി ഞാൻ ഫിഗർ എക്സ്ട്രാ ഇതിൽ കൊടുത്ത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരക്കാൻ ഇങ്ങനത്തെ 2D പിക്ചേഴ്സ് ആയിരിക്കും ഒന്നുകൂടി ഈസിയർ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് കാണിച്ചതാണ് സിമ്പിൾ ബീംസ് അല്ലെ? ഇത് ഐ സെക്ഷൻ ആണ്, ഇത് ചാനൽ സെക്ഷൻ ആണ്, ഇത് ടി സെക്ഷൻ ആണ്. ഓക്കെ, കോമൺ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ഉള്ളത് ഇത് ബിൽറ്റ് അപ്പ് ഓർ കോമ്പൗണ്ട് ബീംസ്. ബിൽറ്റ് അപ്പ് ഓർ കോമ്പൗണ്ട് ബീംസ് എന്ന് പറയാറുണ്ട്. ഈ കോമ്പൗണ്ട് ബീംസ്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ബീംസ് എന്നൊക്കെ പാർട്ട് ചെയ്യൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, കോമ്പൗണ്ട് ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ഐ സെക്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഐ സെക്ഷൻ ഉണ്ട്, പിന്നെ 2 ചാനൽ സെക്ഷനും ഉപയോഗിച്ച് ഈ ഐ സെക്ഷനെ സ്ട്രെങ്തൻ ചെയ്തേക്കാണ്. ഓക്കെ, അതാണ് ഒരു ടൈപ്പ് കോമ്പൗണ്ട് ബീം. ഇവിടെ ഒരു ഐ സെക്ഷന്റെ മുകളിലും താഴെയും 2 കവർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഐ സെക്ഷന്റെ മുകളിൽ ഒരു ചാനൽ സെക്ഷൻ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫ്ലാഞ്ച് വിഡ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് കോമ്പൗണ്ട് ബീംസ്. ഇനി വേറൊരു ടൈപ്പ് ബീംസ് വരുന്നുണ്ട്, ഹോളോ സെക്ഷൻസ് വരുന്നുണ്ട്. ബീംസ് ഹാവിംഗ് ഹോളോ ക്രോസ് സെക്ഷൻ. നമ്മൾ കോളത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹോളോ തന്നെ റെക്ടാങ്കുലർ ഉണ്ട്, സർക്കുലർ ഉണ്ട്. ഓക്കെ, അതാണ് ഹോളോ ക്രോസ് സെക്ഷൻ. നോർമലി ഹോളോ ആയിട്ടുള്ള റെക്ടാങ്കുലർ ബീംസ് ഉണ്ട്, പർലിങ്സിന്റെ കേസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഹെവി ലോഡുകൾക്കല്ല, ലൈറ്റർ ആയിട്ടുള്ള ലോഡുകൾക്ക്, റൂഫ് ലോഡ് പോലത്തെ ലോഡുകൾക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ പ്ലേറ്റ് ഗേർഡർ നമ്മൾ പറഞ്ഞു. ഇവിടെ ഈ ഐ സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നീട് അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ചിലപ്പോൾ ആംഗിൾ സെക്ഷൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഹെവി ആയിട്ട് വെൽഡ് ചെയ്യാം. ഇവിടെ ആംഗിൾ സെക്ഷൻ ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇത് ബോൾട്ട് ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബീം സെക്ഷൻ. ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേക ഒരു ടോപ്പിക് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു ക്രോസ് സെക്ഷനെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസ് സെക്ഷനെ ക്ലാസിഫൈ ചെയ്യണം. ഇത് IS കോഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി ബീമിന്റെ കേസിൽ മാത്രമല്ല, എനി ടൈപ്പ് ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ അതിന്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, IS 800 പേജ് 17 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ
കാണാൻ പറ്റും. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞ പോർഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് IS 800 പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ? 4 ക്ലാസ്സുകളാണുള്ളത്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 ആൻഡ് ക്ലാസ് 4. ഓക്കെ, അതിന് ക്ലാസ് 1, 2, 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും, ക്ലാസ് 2 കോമ്പാക്ട്, ക്ലാസ് 3 സെമി കോമ്പാക്ട്, ക്ലാസ് 4 സ്ലെൻഡർ. ഇതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ക്ലോസിന് താഴെയുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ജസ്റ്റ് കോപ്പി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. ഓക്കെ, ഇത് ഒരു മെറ്റീരിയലിന്റെ പ്ലാസ്റ്റിക് നേച്ചർ കൺസിഡർ ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന്റെ അപ്പോൺ ലോഡിങ് അതിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ബിഹേവിയർ കൺസിഡർ ചെയ്തിട്ടാണ് ഈ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പ്ലാസ്റ്റിക് അനാലിസിസ്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, അതെന്താണ്? ഒരു മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളൊരു ബീം എടുത്തു, അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തു അല്ലെ? ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്തു, നമ്മൾ അതിന്റെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രെസ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം ഫൈബേഴ്സിൽ മാക്സിമം സ്ട്രെസ് ഉണ്ടാവും. താഴോട്ട് വരുന്തോറും കുറയും. ന്യൂട്രൽ ആക്സിസ് 0 ആയിരിക്കും. അത് ഈൽഡ് സ്ട്രെസ് വരെ അങ്ങനെ പോകില്ലേ? മാക്സിമം അതിന് എടുക്കാൻ പറ്റുന്ന ഈൽഡ് സ്ട്രെസ് ആണ് ടോപ്പ് എക്സ്ട്രീം ഫൈബർ അല്ലെ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ടോപ്പിൽ മേജർ ആയിട്ട് ഇപ്പം വെർട്ടിക്കൽ ലോഡിംഗ് ആണെങ്കിൽ ടോപ്പിൽ കംപ്രഷനും ബോട്ടത്തിൽ ടെൻഷനും ഉണ്ടാവും അല്ലെ? ഇനി ഫർദർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. സ്റ്റീൽ സെക്ഷൻ ആകുമ്പോൾ ഈൽഡ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് ഫെയിൽ ആവില്ല. അതിന് ഒരു പ്ലാസ്റ്റിക് ബിഹേവിയറും കൂടെ ഉണ്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ടോപ്പ് ഫൈബർ ഈൽഡ് സ്ട്രെസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താണ്? അതിൽ വരുന്ന എക്സ്ട്രാ അഡീഷണൽ സ്ട്രെസ്സസ് തൊട്ട് താഴെയുള്ള ഫൈബറിലോട്ട്, തൊട്ട് താഴെ ലെയറിലോട്ട് എന്ത് ചെയ്യും? ഈ സ്ട്രെസ് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ താഴോട്ട് എന്ത് ചെയ്യും? ഓരോ ലെയറുകളും ഈൽഡ് സ്ട്രെസ്സിലെത്ത് എത്തും. പിന്നെ ഏറ്റവും കംപ്ലീറ്റ് ക്രോസ് സെക്ഷൻ ഈൽഡ് സ്ട്രെസ്സിൽ എത്തുന്ന പോയിന്റ് ആണ് ഈ റീജിയനിലാണ്. അത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആയി മാറുക എന്ന് പറയും അല്ലെ? അപ്പോ അടുത്ത ഈ ഒരു കേസിലാണ് അതിന്റെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇതിന്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം ഫൈബർ, എക്സ്ട്രീം ഫൈബേഴ്സ് മാക്സിമം സ്ട്രെസ്സിലെത്തും. പിന്നീട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വന്ന് അത് ഫുള്ളി പ്ലാസ്റ്റിക് സൈഡ് സ്റ്റേജ് ആവും. പിന്നെന്താണ്? കംപ്ലീറ്റ് പ്ലാസ്റ്റിക് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലാസ്റ്റിക് ഇഞ്ച് ഫോർമേഷൻ ആണ് അടുത്ത സ്റ്റെപ്പ് അല്ലെ? പ്ലാസ്റ്റിക് ഇഞ്ച് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? അവിടെ ഫർദർ ആയിട്ട് റൊട്ടേഷൻ, അവിടെ ഹിഞ്ച് ഫോം ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ആ ഒരു ഹിഞ്ചിനെ ബേസ് ചെയ്ത് ആ ഒരു സ്ട്രക്ചർ എവിടെയാണ് ഫുള്ളി പ്ലാസ്റ്റിസൈസ്ഡ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യും. അവിടെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്ട്രക്ചർ കൊളാപ്സ് ആവും. അപ്പോൾ ഇതിനൊരു സീക്വൻസ് ഓഫ് സ്റ്റേജ് ഉണ്ട് അല്ലെ? ഈ സ്റ്റേജിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഓരോ ടൈപ്പ് ക്രോസ് സെക്ഷനും ഏതൊക്കെ സ്റ്റേജ് വരെ എത്തുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 4 ക്ലാസ്സുകൾ ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് സ്റ്റേജ്? ഫസ്റ്റ് ഈൽഡ് സ്ട്രെസ് എത്തുന്നതിന് മുന്നേ തന്നെ ആദ്യം എന്ത് ചെയ്യുന്നു? ഈൽഡ് സ്ട്രെസ്സിൽ എത്തുന്നു. ഈൽഡ് സ്ട്രെസ് എക്സ്ട്രീം ഫൈബറിൽ എത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ലെയറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫുള്ളി ആയിട്ട് അത് ഈൽഡ് സ്ട്രെസ്സിൽ എത്തുന്നു. ദെൻ അതോടുകൂടി അതിനെന്ത് ചെയ്യുന്നു? ഫുൾ പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റി ലഭിക്കുന്നു. തൊട്ടടുത്ത സ്റ്റേജിൽ എന്താണ്? അത് പ്ലാസ്റ്റിക് ഇഞ്ച് ഫോർമേഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 3 ക്ലാസിഫിക്കേഷനും പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇത് ഈ ഒരു കംപ്ലീറ്റ് സ്റ്റേജും പ്രൊസീഡ് ചെയ്യുന്നതിനാണ് പ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് സെക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഡെഫിനിഷൻ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് തരാം. നമ്മുടെ IS കോഡിലും ഉണ്ട്. ആ സെയിം ഡെഫിനിഷൻ തരാം. ഓക്കെ, ഞാൻ ആദ്യം പറയുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്ഷൻ അണ്ടർഗോസ്, ആ സെക്ഷന് പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിങ് കപ്പാസിറ്റിയും അറ്റൈൻ ചെയ്യും. അത് മാത്രമല്ല അഡീക്വറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഹിഞ്ചസും ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് കേസ്, ക്ലാസ് 1, അതായത് പ്ലാസ്റ്റിക് സെക്ഷൻ അല്ലെ? അതായത് അത് ഈൽഡ് സ്ട്രെസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുള്ളി ഒരു പ്രോസസ്സിന്റെ ഫുള്ളായിട്ട് അത് ഈൽഡ് സ്ട്രെസ്സിലോട്ട് എത്തി അടുത്തത് പ്ലാസ്റ്റിക് ഇഞ്ച് ഫോർമേഷനും സംഭവിക്കും. അതാണ് ക്ലാസ് 1 അല്ലെങ്കിൽ അത്തരം ക്രോസ് സെക്ഷനെയാണ് ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ ക്ലാസ് 2 അല്ലെങ്കിൽ കോമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സ്റ്റേജ് വരെ അതെത്തും. അതിന് പ്ലാസ്റ്റിക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫർദർ ആയിട്ട് അതിനെന്ത് ചെയ്യില്ല? അഡീക്വറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഇഞ്ച് ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. അതിന് മുന്നേ അത് ഫെയിൽ ആവും. ഓക്കെ, തൊട്ടടുത്തുള്ള സ്റ്റെപ്പിലോട്ട് അത് എത്തുന്നില്ല.
അതിന് കാരണമാവുന്നത് ലോക്കൽ ബക്ലിംഗ്. ഓക്കെ, അപ്പൊ ലോക്കൽ ബക്ലിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലോക്കൽ ബക്ലിംഗ് കോസ് ചെയ്തുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഇഞ്ച് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ അത് ഫെയിൽ ആവും. അത്തരം സെക്ഷനെയാണ് ക്ലാസ് 2 സെക്ഷൻസ് അല്ലെങ്കിൽ കോമ്പാക്ട് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡെവലപ്പ് പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ആൻഡ് സഫിഷ്യന്റ് പ്ലാസ്റ്റിക് ഹിഞ്ചസ്. രണ്ടും ഉണ്ടാകും. ഇതിന് പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ സഫിഷ്യന്റ് ആയിട്ട് പ്ലാസ്റ്റിക് ഹിഞ്ചസ് ഫോം ചെയ്യുന്നില്ല. അതാണ് ക്ലാസ് 2 കോമ്പാക്ട്. ഇനി ക്ലാസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട ബാക്കിലോട്ട് സ്റ്റേജ് വരെ എത്തി അല്ലേ, തൊട്ട ബാക്കിലെ സ്റ്റേജ്. അടുത്ത ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പിറകിലാണ്. ഈ ടൈപ്പ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ഫൈബേഴ്സിന് ഈൽഡ് സ്ട്രെസ് വരെ എത്തിയിട്ടുണ്ട്. എക്സ്ട്രീം ഫൈബേഴ്സിന് ഈൽഡ് സ്ട്രെസ് വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന് ഫുള്ളി ആയിട്ട് പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാനോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാനോ പറ്റിയിട്ടില്ല. അത്തരം ടൈപ്പുകളാണ് ക്ലാസ് 3 അല്ലെങ്കിൽ സെമി കോമ്പാക്ട് ടൈപ്പ് സെക്ഷൻസ് എന്ന് പറയും. ഓക്കെ, ഇതിനെന്താണ്, എക്സ്ട്രീം ഫൈബേഴ്സിന് ഈൽഡ് സ്ട്രെസ് എത്തിയിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഫുള്ളി പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻസും ഡെവലപ്പ് ചെയ്യില്ല. അത്തരം സ്ട്രക്ചേഴ്സിനെയാണ് ക്ലാസ് 3 അല്ലെങ്കിൽ സെമി കോമ്പാക്ട് സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഇനി ക്ലാസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് എത്തുന്നതിന് മുന്നേ തന്നെ, അല്ല ഈ ഒരു സ്റ്റേജിൽ തന്നെ ഫെയിൽ ആവുന്ന സ്ട്രക്ചേഴ്സിനെയാണ് സ്ലണ്ടർ അല്ലെങ്കിൽ ക്ലാസ് 4 സ്ട്രക്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയും പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷനും ഡെവലപ്പ് ചെയ്യും. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും, പക്ഷേ നോ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ, അല്ലെങ്കിൽ അഡീക്വറ്റ് ആയിട്ടുള്ള, തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അഡീക്വറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷൻ ഉണ്ടാവുന്നില്ല. അടുത്തത് എന്താണ്, എക്സ്ട്രീം ഫൈബറുകൾ ഈൽഡ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷെ പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയോ അതിന് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോർമേഷനോ ഉണ്ടാവുന്നില്ല. സ്ലണ്ടർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെസ് എത്തുന്നതിന് മുന്നേ തന്നെ അത് ഫെയിൽ ആവുന്ന കേസ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, ഇതിന് എന്തുകൊണ്ട് സ്റ്റീൽ സെക്ഷന്റെ സെയിം മെറ്റീരിയൽ ആയിട്ട് കൂടും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫെയിലിയർ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള കാരണമാണ് ലോക്കൽ ബക്ലിംഗ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ് ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു മെമ്പർ, ഇപ്പൊ ഒരു കോളാണ്, കോളത്തിന്റെ കേസിൽ നമ്മൾ നോർമലി ബക്ലിംഗ് എന്ന് പറയാം. ഈ മെമ്പർ ആസ് സച്ച് ബക്കിൾ ചെയ്യുക, അത് ലോഡ് കാരണം അല്ലേ, ഇതിന്റെ ബക്കിൾ ചെയ്യാനാണ്, ഇതിനാണ് നോർമലി ബക്ലിംഗ് അല്ലെങ്കിൽ ഗ്ലോബൽ ബക്ലിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി ലോക്കൽ ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if individual parts of a section buckle without overall buckling of the member, this is known as local buckling. ഇതില് ഒരു ഐ സെക്ഷൻ ആണ്, നമുക്കറിയാം ഐ സെക്ഷൻ ആണ്, നമുക്ക് എങ്ങനെ ബക്ലിംഗ് വരാം എന്നുള്ളത് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഐ സെക്ഷൻ തന്നെ ഡിഫറെന്റ് പാർട്സ് ആണ്, ഫ്ലാഞ്ച് ഉണ്ട്, വെബ് ഉണ്ട് അല്ലേ. അപ്പോ ആസ് ഹോൾ ആ ഒരു സ്ട്രക്ചർ ബക്കിൾ ചെയ്യാതെ തന്നെ അതിൽ ഏതെങ്കിലും ഒരു പാർട്ട്, മേ ബി ഫ്ലാഞ്ചോ വെബോ ബക്കിൾ ചെയ്ത് പോകുന്നതിനെയാണ് ലോക്കൽ ബക്ലിംഗ് എന്ന് പറയും. ലോക്കൽ ബക്ലിംഗ് എന്ന് പറയും. അപ്പൊ ഈ ലോക്കൽ ബക്ലിംഗ് കാരണമാണ് ഈ സ്ട്രക്ചേഴ്സിനൊക്കെ അതിന്റെ പ്ലാസ്റ്റിക്, ഈ കോമ്പാക്ട് സെമി കോമ്പാക്ട് സ്ലണ്ടർ മെമ്പേഴ്സിനൊക്കെ പ്ലാസ്റ്റിക് ഇഞ്ച് ഫോം ചെയ്യാൻ പറ്റാത്തതും, അതുപോലെ തന്നെ സെമി കോമ്പാക്റ്റിനും സ്ലണ്ടറിനും പ്ലാസ്റ്റിക് മൊമെന്റ് ക്യാരിയിങ് കപ്പാസിറ്റിയിലോട്ട് എത്താൻ പറ്റാത്തതും ഈ ലോക്കൽ ബക്ലിംഗ് എന്നുള്ള ഫിനോമിന കാരണമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ലോക്കൽ ബക്ലിംഗ് മനസ്സിലായിട്ടുണ്ടാവും, ഓരോ പാർട്ടുകളും ബക്കിൾ ചെയ്യും. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചാൽ എങ്ങനെയാണ് ഒരു ലോക്കൽ ബക്ലിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സ്റ്റീൽ ബീം ലോഡ് ചെയ്യാണ്. അപ്പോ ഇതിനെ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കണം. കണ്ടോ, ഈ ടോപ്പിലെ ഈ ഫ്ലാഞ്ചിന് ബക്കിളായി അല്ലെ, അതിന് ബക്ലിംഗ് സംഭവിച്ചു. കാരണം അതിൽ വന്ന ഹെവിയർ ആയിട്ടുള്ള കംപ്രഷൻ ആണ് അതിനെ ബക്ലിങ്ങിന് ലീഡ് ചെയ്തത്. ആസ് എ ഹോള് എന്ത് ചെയ്തിട്ടില്ല, ബക്കിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു മെമ്പർ, ഈ ഒരു ഫ്ലാഞ്ച് പോർഷൻ എന്ത് ചെയ്തു, ബക്കിൾ ചെയ്തു. ഇതാണ് ലോക്കൽ ബക്ലിംഗ് പറയുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ലോക്കൽ ബക്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനില്ലെങ്കിലും എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ ലോഡിങ് കാരണം ഇതിന്റെ ഫ്ലാഞ്ചുകൾ, ഇതേപോലെ തന്നെ വെബിനും സംഭവിക്കാം. അത് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ പാർട്ടിന് മാത്രം, ചില പോർഷൻ ആസ് എ വെബിന് തന്നെ അതിന്റെ മൊത്തം പാർട്ടിന് സംഭവിക്കണമെന്നില്ല, ഏതെങ്കിലും ചില പോർഷനിലും സംഭവിക്കാം. ഇതിനെയാണ് ലോക്കൽ ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ,
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ലിംഗ് സംഭവിക്കുക സ്ലണ്ടർനെസ് കൂടുമ്പോഴാണ് അല്ലെ, ആ ലെങ്ത് കൂടുക, തിക്നെസ് തന്നെ കമ്പയർ ചെയ്ത് ലെങ്ത് കൂടുക. അപ്പോ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ഒരു മെമ്പർ പ്ലാസ്റ്റിക് ആണോ കോമ്പാക്ട് ആണോ സെമി കോമ്പാക്ട് ആണോ എന്ന് അറിയാം എന്നുള്ളത് IS 800 പേജ് 18 ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, ടേബിൾ 2 IS 800 പേജ് 18 ടേബിൾ 2 പറയുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എങ്ങനെ പിക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് ഡിസൈൻ ഒക്കെ വരുമ്പോൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കുന്ന വെച്ചാൽ ഒരു B/TF അല്ലെങ്കിൽ വിഡ്ത്ത് ടു തിക്നെസിന്റെ റേഷ്യോ നോക്കിയിട്ടാണ് ഇത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്ട് ആണോ സെമി കോമ്പാക്ട് ആണോ സ്ലണ്ടർ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അതിന്റെ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അവിടെ ടേബിൾ 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വിഡ്ത്ത് ടു തിക്നെസ്സും അതിനിപ്പോ തന്നെ നമ്മൾ വെബ് ആണെങ്കിൽ ഡെപ്ത് ടു തിക്നെസ്സും, നമ്മൾ നോർമലി ഫ്ലാഞ്ചിനാണ് വിഡ്ത്ത് എന്ന് പറയാം, വെബിന് ഡെപ്ത് എന്ന് പറയാം, ഡെപ്ത് ടു തിക്നെസ്. ഓക്കെ, അതിന്റെ റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ഡെഫിനിഷൻ നോക്കാം. ക്ലാസ് 1 പ്ലാസ്റ്റിക് ക്രോസ് സെക്ഷൻസ് which can develop plastic hinges and have the rotation capacity required for failure of the structure by formation of plastic mechanism. Cross section which can develop plastic hinges develop ചെയ്യാൻ പറ്റും. rotation capacity എന്ന് പറഞ്ഞാൽ full plastic moment carrying capacity ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ആ failure of structure-നെ full ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും by formation of plastic mechanism. നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് മെക്കാനിസം അതിൽ ഫോം ചെയ്യുന്നത്, ഫുൾ ആയിട്ട് ഫോം ചെയ്യുന്നത്, അതാണ് ക്ലാസ് 1 അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. ഇനി ക്ലാസ് 2 അല്ലെങ്കിൽ കോമ്പാക്ട് ക്രോസ് സെക്ഷൻ ഇൻ which can develop plastic moment of resistance but have inadequate plastic hinge rotation capacity for formation of plastic mechanism due to local buckling. പ്ലാസ്റ്റിക് ഹിഞ്ച് റൊട്ടേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്ത് അവിടെ റൊട്ടേറ്റ് ചെയ്യണം അല്ലെ, ആ റൊട്ടേഷൻ കപ്പാസിറ്റി ഇൻഅഡീക്വേറ്റ് ആണ്, പക്ഷെ പ്ലാസ്റ്റിക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്തരം ക്ലാസ് ടൈപ്പ് ഓഫ് സെക്ഷനെയാണ് ക്ലാസ് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് 2 അല്ലെങ്കിൽ കോമ്പാക്ട്. ക്ലാസ് 3 അല്ലെങ്കിൽ സെമി കോമ്പാക്ട്, there are cross sections in which the extreme fiber in compression can reach yield stress. extreme fiber ന് yield stress ലെത്തി but cannot develop that plastic moment of resistance due to local buckling. plastic moment of resistance നമുക്ക് ഡെവലപ്പ് മൊത്തമായിട്ട് ഒരു ക്രോസ് സെക്ഷൻ എൻറ്റയർ ആയിട്ട് yield stressലോട്ട് വരുന്നില്ല, അതാണ് പ്ലാസ്റ്റിക് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെ, അതിലോട്ട് വരുന്നില്ല. പക്ഷെ എക്സ്ട്രീം ഫൈബറിന് മാത്രമേ yield stress എത്തുന്നുള്ളൂ. അതിനെയാണ്, അത്തരം സെക്ഷൻസിനെയാണ് ക്ലാസ് 3 അല്ലെങ്കിൽ സെമി കോമ്പാക്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ആസ് പെർ IS കോഡ് ആണ് ക്ലാസ് 1 ക്ലാസ് 2 ക്ലാസ് 3 എന്ന് പറയുന്നത് നൊട്ടേഷൻ ഉള്ളത്. നോർമലി പ്ലാസ്റ്റിക് കോമ്പാക്ട് സെമി കോമ്പാക്ട് സ്ലണ്ടർ. ഓക്കെ, ആസ് പെർ IS കോഡ് ചോദിക്കുമ്പോൾ ക്ലാസ് 1 ക്ലാസ് 2 ക്ലാസ് 3 എന്നുള്ളത് തന്നെ അതിന്റെ ബ്രാക്കറ്റിൽ പ്ലാസ്റ്റിക് കോമ്പാക്ട് സെമി കോമ്പാക്ട് IS കോഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ പേജ് നമ്പർ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. പേജ് നമ്പർ 17 ക്ലോസ് 3.7.2. ഓക്കെ, then class 4 slender cross section in which elements buckle locally even before reaching yield stress. yield stress എത്തുന്നതിന് മുമ്പ് തന്നെ എലമെന്റ്സ് ബക്കിൾ ചെയ്ത് പോകുന്നതിനെയാണ് ക്ലാസ് 4 അല്ലെങ്കിൽ സ്ലണ്ടർ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മേജർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പഠിക്കുന്നത്. കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ഐ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബീം സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള 2 ഫ്ലാഞ്ചുകൾ ഉണ്ട്, പോരാതെ ലൈറ്റർ ആയിട്ടുള്ള ഒരു വെബ് പോർഷൻ ആണ്. ഈ വെബ് പോർഷന്റെ ഡെപ്ത് കൂടുന്തോറും, അതിന്റെ തിക്നെസ് കുറഞ്ഞ ഡെപ്ത് കൂടുന്തോറും അതിന്റെ ബക്ലിംഗ് ചാൻസും അതിന്റെ ഫെയിലിയർ ചാൻസുകളും കൂടും. ഓക്കെ, അപ്പോ അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഫ്ലാഞ്ചിന്റെ കേസ്. ഫ്ലാഞ്ചിന്റെ കേസിലും നമുക്ക് എന്ത് ചെയ്യാണ്, ഇതിന് എക്സ്ട്രാ വല്ല സപ്പോർട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന് ബക്ലിംഗ് ചാൻസുകളും അതിൽ ഹെവി കംപ്രഷൻ വരുമ്പോൾ ഒരുപാട് ഫെയിലിയർ ചാൻസുകൾ വരും. അങ്ങനെ ഇതിനെ ലാറ്ററലി സപ്പോർട്ട് ചെയ്യുന്ന, ഇതിന്റെ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ബീമുകൾ ഉണ്ട് അല്ലെ, അതാണ് ലാറ്ററലി സപ്പോർട്ടഡ് ബീം, ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം. ഓക്കെ, mainly 2 types of beam based on the lateral support to compression flange. compression flange ന് കൊടുക്കുന്ന എക്സ്ട്രാ സപ്പോർട്ട് അതിനെ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പ് ബീമുകൾ ഉണ്ട്, ലാറ്ററലി സപ്പോർട്ടഡ് ബീമും ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമും. ഓക്കെ, അപ്പൊ എന്താണ് ലാറ്ററലി സപ്പോർട്ടഡ് ബീം? ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും IS 800 2000 ക്ലോസ് 8.2.1 പേജ് 52 ഉണ്ട്.
നമുക്ക് അത് വഴിയെ നോക്കാം. ഓക്കെ. A beam in which the compression flange is laterally supported by some means like supported by flooring by providing braces etc. അതായത് ഇതിന്റെ കംപ്രഷൻ ഫ്ലാഞ്ച് ലാറ്ററലി സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അത് ഒരുപാട് മീൻസ് ഉണ്ടാവും. ചില ബുക്കുകളിൽ ബൈ സപ്പോർട്ടഡ് ബൈ ഫ്ലോറിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫ്ലോറിംഗ് മാത്രമല്ല ബ്രേസസ് കൊടുത്തിട്ടും അത് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോ ഇത്തരം ബീമുകള് അതിന്റെ ഫ്ലാഞ്ച് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അതിന് മേജർ ആയിട്ട് ബെൻഡിങ്ങും ഷിയറും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ. നോക്കാം. ലാറ്ററലി സപ്പോർട്ടഡ് ബീം ഇവിടെ ഒരു ഐ സെക്ഷൻ ആണ്. ഇതിന്റെ കംപ്രഷൻ ഫ്ലാഞ്ച് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു വീഡിയോയില് ആ ബീം ബെൻഡ് ചെയ്യുന്നതോറും ഇതിന് ലോക്കൽ ബക്ലിംഗ് ചാൻസ് കൂടുതൽ ഈ കംപ്രഷൻ ഫ്ലാഞ്ചിനാണ് അല്ലെ. ഹെവി കംപ്രഷൻ വരുന്നവരാണ് അവിടെ ബക്കിൾ ചെയ്യും. ഓക്കെ. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാൻസ് ഒഴിവാക്കിയിട്ട് ഈ ഒരു കംപ്രഷൻ ഫ്ലാഞ്ച് ഒരു സ്ലാബിൽ എംബഡ് ചെയ്ത് വെച്ചേക്കണം അല്ലെ. അതിന് ലോങ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് വിത്ത് അതിനെയും കൂട്ടിയിട്ടാണ് സ്ലാബ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതിന് ഇങ്ങനത്തെ റൂഫിന് അല്ലെങ്കിൽ ഫ്ലോറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സെക്ഷൻ ചിലപ്പോൾ ഇങ്ങനെ മേക്ക് ചെയ്യാറുണ്ട്. അത്തരം അപ്പൊ ഇങ്ങനെ മേക്ക് ചെയ്യുന്നതിനാണ് ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയാം. ഓക്കെ. കംപ്രഷൻ ഫ്ലാഞ്ച് എംബഡഡ് ഇൻ സ്ലാബ് അത് ഒരു ലാറ്ററലി സപ്പോർട്ടഡ് ബീമാണ്. ഇനി ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബില് കംപ്രഷൻ ഫ്ലാഞ്ച് എംബഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു ഷിയർ കണക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് താഴോട്ട് വരെ ഉണ്ടാവും, ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. കാരണം ഇവിടെ ഹെവിയർ ആയിട്ട് വല്ല ലോഡും വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, ഇത് ടിൽറ്റ് ചെയ്യില്ല. ഈ ഒരു ഫ്ലാഞ്ച് ടിൽറ്റ് ചെയ്യോ ഒന്നും ചെയ്യില്ല. ഓക്കെ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനിയിപ്പം ഹെവിയർ ആയിട്ട് ഇങ്ങനെ ലോഡ് വന്നു കഴിഞ്ഞാലും ഇപ്പം നമ്മളെ സാധാ ബീമിന്റെ ലോഡ് വന്നു കഴിഞ്ഞാലും ഇത് ബെൻഡ് ചെയ്താൽ ഒരു ഐ സെക്ഷൻ ബെൻഡ് ചെയ്യുമ്പോഴും ടോപ്പിലെ ഫ്ലാഞ്ച് എംബഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ അതിന് ലോക്കൽ ബക്ലിംഗ് സംഭവിക്കും. ഓക്കെ. ഇതിലും കേസ് അങ്ങനെ തന്നെയാണ്. ഇനി ഇതാണ് ബ്രേസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് അടുത്തടുത്ത് വെച്ച ഐ സെക്ഷൻസ് ബീമുകൾ തമ്മിൽ ബ്രേസുകൾ ഉപയോഗിച്ച് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഈ ഫ്ലാഞ്ചുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത്തരം ബീമുകളാണ് ലാറ്ററലി സപ്പോർട്ടഡ് ബീം. അപ്പൊ അൺസപ്പോർട്ടഡ് ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സപ്പോർട്ടിലൊന്നും ഇല്ലാത്ത ഫ്രീ ആയിട്ട് നിൽക്കുന്ന ബീമുകളാണ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം. ഓക്കെ. ഈസിയാണ്. അപ്പൊ നമുക്ക് ആസ് പെർ സിലബസ് ലാറ്ററലി സപ്പോർട്ടഡ് ബീമിന്റെ ഡിസൈൻ ആണ് പഠിക്കാൻ. ഓക്കെ. ലാറ്ററലി സപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിലൊന്നുമില്ല ഫർദർ ആയിട്ട് ബക്ലിങ്ങോ കാര്യങ്ങളൊന്നും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം എന്താന്ന് നോക്കാം. IS കോഡ് പേജ് 54 ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീമിന്റെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. A beam in which the compression flange is not laterally supported. അതിലെന്തുണ്ടാവും, subjected to എന്നാണ്, സോറി. ഓക്കെ. ബെൻഡിങ്, ഷിയർ, വെബ് ബക്ലിംഗ് ആൻഡ് വെബ് ബിയറിംഗ്. അതിന് ബെൻഡിങ് ഷിയറിന് പുറമെ വെബ് ബക്ലിംഗ് ഉണ്ടാവും, വെബ് ബിയറിംഗ് ഉണ്ടാവും. വെബ് ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെവി ബിയറിംഗ് സ്ട്രെസ് വന്ന് ഫെയിൽ ആവുന്നതിനെയാണ് വെബ് ബിയറിംഗ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പോ ഇതാണ് ലാറ്ററലി സപ്പോർട്ടഡ് ആണ് അൺസപ്പോർട്ടഡ് ബീം. ഇത് ഷോർട്ട് നോട്ട് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ലാറ്ററലി സപ്പോർട്ടഡ്, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്ററലി സപ്പോർട്ടഡ് ആൻഡ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീം എന്നൊക്കെ. ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ബീംസിന്റെ കേസിൽ പറയാനുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പഠിപ്പിച്ച ഒരുവിധ എല്ലാ സംഗതികളും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോസ് സെക്ഷൻ അതൊക്കെ ഡയറക്റ്റ് IS കോഡിൽ നിന്ന് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസൈൻ ഇതിന്റെ സ്ട്രെങ്ത്, മെയിൻ ആയിട്ട് ഷിയർ സ്ട്രെങ്ത്, ബെൻഡിങ് സ്ട്രെങ്ത്, പിന്നെ ഡിഫ്ലക്ഷൻ ലിമിറ്റ്സ് അതെങ്ങനെയാണെന്ന് നോക്കാം, ചെയ്യുന്നതെന്ന് നോക്കാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ. തേർഡ് മൊഡ്യൂൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാം. ഓക്കെ. താങ്ക് യു.